അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിക്ക് സമീപം ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആക്രമണ നീക്കത്തിന് ഒക്കെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതിക്കൂടെ? അതും അങ്ങനെയാണ് എന്ന അവിടുത്തെ ഈ രഹസ്യ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു ഇറാന്റെ ഭീകരതയാണ് എന്ന് സംശയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊല്ലപ്പെട്ടത് ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സവിത ഷൺമുഖ സുന്ദരം, 21 വയസ്സ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ മറ്റുള്ള കുട്ടിയായിരിക്കണമല്ലോ സവിത ഷൺമുഖ സുന്ദരം എന്ന് പറയുമ്പോൾ. അവിടെ ആളുകൾ വിളിച്ചിരുന്നത് സവിത ഷാൻ എന്ന് വിളിച്ചിരുന്നു, ഷൺമുഖ സുന്ദരത്തിൻ്റെ ചെറുത്. അപ്പോൾ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റൈഡർ ഹാരിങ്ടൺ 19 വയസ്സ്, ജോർജ് പെഡേഴ്സൺ 30 വയസ്സ്, അങ്ങനെ 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സവിത ഇന്ത്യക്കാരിയാണ്, 21 വയസ്സ്. ഇത് ഞായറാഴ്ച ഓസ്റ്റിനിൽ ഒരു ബാറിൻ്റെ പുറത്ത് ആണ്, അതായത് വെസ്റ്റ് 6th സ്ട്രീറ്റിലെ ബൂഫോർഡ് എന്ന് പറഞ്ഞ ബാറിൻ്റെ പുറത്താണ് ഇയാൾ വെടിവെച്ച് ഈ 3 പേരെ കൊന്നത്. അപ്പോൾ ഈ പ്രതിയെ മറ്റേ പോലീസ് തന്നെ കൊലപ്പെടുത്തി. അപ്പോൾ ഈ സവിത ഷൺമുഖ സുന്ദരം മെയിൽ ഗ്രാജുവേഷൻ കഴിയുമായിരുന്നു. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇക്കണോമിക്സ് ആണ് പഠിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഡബിൾ ഡിഗ്രി ആണ്, 2 വിഷയത്തിൽ ഒന്നിച്ച് ഡിഗ്രി. ബൂഫോർഡ്സ് ബാർ അതിൻ്റെ പുറത്തായിരുന്നു ഈ വെടിവെച്ചത്. ഈ കുട്ടി കഠിനാധ്വാനിയും മിടുക്കിയും ആണെന്ന് ഈ സഹപാഠികൾ അവിടുത്തെ പ്രൊഫസർമാരും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ കുട്ടി പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ മക് കോംസ് സ്കൂൾ ഓഫ് ബിസിനസ്സിലാണ് പഠിച്ചിരുന്നത്. ഇനി ഈ പ്രതി, ഈ വെടിവെച്ചയാൾ ഇറാനുമായി ബന്ധപ്പെട്ട ഭീകരനാണ് എന്നാണ് FBI പറയുന്നത്. എൻഡിഗ ഡയാനെ എന്നാണ് അയാളുടെ പേര്, 53 വയസ്സാണ്. അയാൾ ശരിക്കും സെനഗലുകാരനാണ്. സെനഗലിൽ നിന്ന് 2000 അമേരിക്കയിലെത്തി. വന്നത് ഒരു ടൂറിസ്റ്റ് വിസ, B2 ടൂറിസ്റ്റ് വിസയിലാണ് എത്തിയത്. 2006 ഒരു അമേരിക്കക്കാരി അയാൾ വിവാഹം ചെയ്തു. അതവിടെ തുടർന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 2013 അയാൾക്ക് പൗരത്വം കിട്ടി, നാച്ചുറലൈസ്ഡ് സിറ്റിസണായിട്ട് മാറി. അപ്പോൾ FBIയുടെ സാൻ അന്റോണിയോയിലെ സ്പെഷ്യൽ ഏജൻറ്റ് അലക്സ് ഡൊറാൻ ആണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ ഇറാൻ്റെ ഭീകരനാണ് എന്നുള്ളത് FBIയുടെ ഓഫീസറാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ വീട് പരിശോധിച്ചപ്പോൾ വീട്ടിൽ ഇറാൻ്റെ പതാക ഉണ്ടായിരുന്നു. വീട്ടിൽ വെറുതെ എന്തിനാണ് ഇറാൻ്റെ പതാക സൂക്ഷിക്കുന്നത്? ഇറാൻ്റെ പതാക ഉണ്ടായിരുന്നു. പിന്നെ ചിത്രങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇറാനിൽ കൊല്ലപ്പെട്ട നേതാക്കളൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ചിത്രങ്ങൾ, മുമ്പ് കൊല്ലപ്പെട്ട പട്ടാള നേതാക്കൾ ഉൾപ്പെടെയുള്ള അവരുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വെറ്റ് ഷർട്ട്, ടീഷർട്ട് എന്നൊക്കെ പറയാം, അതാണ് ഇയാൾ ഇട്ടിരുന്നത്. അതിൽ പ്രോപ്പർട്ടി ഓഫ് അള്ളാഹ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. പ്രോപ്പർട്ടി ഓഫ് അള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇറാൻ്റെ കൊടിയുമുണ്ട് ടീഷർട്ടിൽ. അപ്പോൾ ഇയാളുടെ കയ്യിലൊരു പിസ്റ്റളും റൈഫിളും ഉണ്ടായിരുന്നു. അത് രണ്ടും സാൻ അന്റോണിയോയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക ഒരു സ്ഥലത്ത് യുദ്ധം നടത്തുമ്പോൾ ഉള്ളിൽ ഒരു ഇറാൻ്റെ ഭീകരത നടന്നിരിക്കുന്നു. അതിൽ ആകസ്മികമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് സവിത ഷൺമുഖ സുന്ദരം എന്ന് പറയുന്ന ഇന്ത്യയുടെ തെക്ക് നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി ആണ്. ഈ ഇസ്ലാം മതവിശ്വാസികളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ആരുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം
തീവ്ര വിശ്വാസികളുണ്ട്. അത്തരത്തിലുള്ള ഒരാളല്ല ഈ ഭീകരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതും. കാരണം അള്ളാഹയാണ് അവസാനത്തെ ലക്ഷ്യം, അള്ളാഹയുടെ അടുത്തേക്ക് ചെല്ലുന്നതോടുകൂടി ഞങ്ങൾ സ്വർഗം നേടി, പുണ്യം നേടി, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം അമേരിക്കയ്ക്കുള്ളിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഈ പറഞ്ഞ പോലെ സെനഗൽ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കയിൽ ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പല സ്ഥലത്തും നമ്മൾ ഇല്ലേ, അതെ, പല സ്ഥലത്തും നടക്കുന്ന ഈ ജിഹാദ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുമൊക്കെ ഉണ്ട്. പല സ്ഥലത്തും സുഡാനിലൊക്കെ ട്രംപ് തന്നെ ഇടപെട്ടില്ലേ. അതുപോലെ സൊമാലിലാൻഡ്, നൈജർ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ പല ഈ ആക്രമണങ്ങളും ചേരിതിരിഞ്ഞുള്ള ഇസ്ലാമിക ഭീകരതയും IS പല സ്ഥലത്തും തലപൊക്കുന്നുണ്ടല്ലോ ആഫ്രിക്കയിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ. അപ്പം ഇയാൾ ഈ ഒറ്റപ്പെട്ട ലോൺ വോൾഫ് എന്ന് ആണല്ലോ പറയുക, ഒറ്റപ്പെട്ട നരി ആണോ, അതായത് തന്നെത്താനെ തോന്നി ഇങ്ങനെ ജിഹാദി ആയതാണോ എന്നുള്ള കാര്യം ആണ് സിനുജി ചോദിച്ചതെന്ന് തോന്നുന്നു. അതെ അതെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ്റെ കൊടി ഇയാളുടെ കയ്യിൽ വന്നിരിക്കുന്നത്, ഇയാളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്? അപ്പം ഇയാൾ മൊത്തത്തിൽ ഒരു ഈ മൊത്തം ജിഹാദിൻ്റെ ഒരാളാണോ അതോ ഇറാൻ്റെ മാത്രമാണോ എന്നുള്ളൊരു സംശയം. കാരണം ഇറാൻ്റെ കൊടിയും ഇറാനിലെ നേതാക്കളുടെ ചിത്രവും ഒക്കെയാണല്ലോ. അപ്പോൾ ഇറാനികൾ പല സ്ഥലത്തും പോയിട്ട് ഇസ്രയേലിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ധാരാളം. ഇറാൻ ഇസ്രയേലിലെ തന്നെ പല ആളുകളെയും വിലയ്ക്ക് വാങ്ങിയതായിട്ട് അവിടെ കേസ് പോലും നടക്കുന്നുണ്ട് കോടതിയിൽ. തിരിച്ചുണ്ടേ. കാരണം നമ്മളെപ്പോഴും ഈ മൊസാദ് മഹാന്മാരെന്ന് മാത്രമല്ല ചർച്ച ചെയ്യാറുള്ളൂ. ഇറാൻ ഇപ്പോൾ ഈ ഹാക്ക് ചെയ്തതിൽ ഈ ടെക്നിക്കൽ സിസ്റ്റംസും ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ. അതുമാത്രം ചർച്ച ചെയ്യാവുന്ന വിധത്തിൽ അവർ വളരെ മോഡേൺ ആക്രമണം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. സൈബർ ഫീൽഡിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രയേലിൽ അവർക്ക് അവരുടേതായ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് ഇറാൻ. ചില മാധ്യമങ്ങളിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇറാൻ അനുകൂല വാർത്തകളുമൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇയാൾ ഈ ഇറാൻ ഭീകരനാണ് എന്നുള്ളതാണ് FBI പറഞ്ഞിരിക്കുന്നത്. ഇറാനു വേണ്ടി ചെയ്തിരിക്കുന്ന ഒരാളാണ്. സർ, ശരിക്കും ഇപ്പം ഇറാൻ്റെ ഒരു ആക്രമണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇറാന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളില്ലേ. ഇപ്പോൾ ഇതിനൊരു തിരിച്ചടി ഇവിടെ മാത്രമായിരിക്കില്ലല്ലോ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇനി ഇതിൻ്റെ പ്രതിഫലനം കാണാം. നമ്മൾ മുമ്പ് കണ്ട പല സംഭവങ്ങളിലും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണമോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങളോ പരസ്യമായുള്ളത് അതൊക്കെ ഇനിയും സംഭവിച്ചുകൂടി? ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഭീകരൻ അമേരിക്കയിലെ ഇയാൾ ഷിയ ആണോ അല്ലയോ എന്നുള്ളത് ഈ വാർത്തകളിൽ പറഞ്ഞിട്ടില്ല. ഇയാൾ ഷിയ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിൽ രോഷം പൂണ്ടിരിക്കുന്ന ഒരാളാണ് അയാൾ. ഇപ്പൊ 10-26 പേര് കൊല്ലപ്പെട്ടില്ലേ പാകിസ്ഥാനിൽ. അതെ, പാകിസ്ഥാനിൽ അവർ അമേരിക്കൻ എംബസി ആക്രമിച്ചു ഇല്ലേ, കറാച്ചിയിൽ. ഒരു മതിൽ തകർക്കാൻ നോക്കി, മറ്റേ കോൺസുലേറ്റിൻ്റെ ഒക്കെ. എന്നിട്ട് വെടിവെച്ചിട്ടല്ലേ 10-26 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ. 15-20% ഷിയാകൾ പാകിസ്ഥാനിലുണ്ട്. പിന്നെ ഇറാഖ് അല്ലേ, ലബനൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ എത്നിക്കായിട്ട് ഷിയാകൾ പല സ്ഥലത്തും ഉണ്ട്. കശ്മീരിൽ ഉണ്ടല്ലോ. പിന്നെ മറ്റേ 1981 ഖൊമനേയി വന്ന കർണാടകയിലെ ആലിപ്പൂര്, അവിടെ 25,000 പേരെ ഗ്രാമത്തിലുള്ളൂ. പക്ഷെ അവർ മുഴുവൻ ഷിയാകളാണ്. ഖൊമനേയി 1981 ശ്രീനഗറിലും വന്നു, ഈ കർണാടകയിലെ ആലിപ്പൂരിലും വന്നു. അപ്പോൾ ഈ അവിടെ മുമ്പ് ഈ ബിജാപ്പൂർ സുൽത്താന്മാരൊക്കെ ഭരിച്ചിരുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഷിയാകൾ അവിടെ ഈ ആലിപ്പൂർ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പം ഷിയാകൾ ഉള്ള സ്ഥലത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധാരാളം ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.